തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ വി കെ ചെറിയാൻ, ഡൽഹിയിൽ നിന്നും. എൻ്റെ സുഹൃത്ത് അശോക് കർത്ത, നാട്ടിൽ നിന്നും. ഞങ്ങൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അഹമ്മദാബാദിൽ നടന്ന ദാരുണമായ മരണങ്ങളെ കുറിച്ചാണ്. വിമാനം തകർന്നു വീണ് ഒരു മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റലിന്റെ മുകളിലേക്ക് വീഴുകയും അങ്ങനെ ഒട്ടേറെ പേർ, ഏകദേശം 300 പരം ആൾക്കാർ മരിച്ചു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. ആ സംഭവത്തിന് ശേഷം മീഡിയ, മീഡിയ എല്ലാവരും കുറ്റം പറയുന്ന മീഡിയ മൊത്തം അതാണ്. അതിനെ പറ്റിയുള്ള വാർത്തകൾ ഇന്നും ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലെ ഏറ്റവും വലിയ ഒരു തമാശ ഇപ്പോൾ പറയുന്നത്, ഞാൻ വ്യോമയാന എക്സ്പേർട്ട് അല്ല, പക്ഷേ എൻ്റെ അറിവിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ആ പ്ലെയിൻ വീണത് എന്ന് പറഞ്ഞുള്ള അനേകം പോസ്റ്റുകൾ വരികയും ആൾക്കാർ അതൊരു ജോക്കായി എടുക്കുകയും ചെയ്തു. അപ്പൊ ഇത് കാണിക്കുന്നത് എന്താണ്? എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം സോഷ്യൽ മീഡിയ നൽകുന്നുണ്ട്. പക്ഷേ നമ്മളുടെ മുഖം കാണിക്കുക എന്നതിന് പുറമെ എന്തെങ്കിലും ഈ നടക്കുന്ന സംഭവവുമായി ബന്ധമുള്ള എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഇവർക്ക് ആർക്കെങ്കിലും കഴിയുന്നുണ്ടോ എന്നുള്ള ഒരു സംശയമാണ്. അതായത് പീപ്പിൾ ആർ ജസ്റ്റ് ഗെറ്റിംഗ് എൻഗേജ് ഫോർ നത്തിങ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങൾ പോകുന്നില്ലേ എന്നുള്ളൊരു സംശയം. അശോക് എന്ത് തോന്നുന്നു? കാര്യം വെച്ചാൽ വ്യോമയാന രംഗം എന്ന് പറയുന്നത് വളരെ ടെക്നിക്കലും വളരെ അഡ്വാൻസ് ടെക്നോളജി ഉപയോഗിക്കുന്ന ഒരു രംഗമാണ്. അവിടെ നടക്കുന്നത് സാധാരണക്കാർ അറിയണമെന്നില്ല. അത് ഇതിനകത്ത് പോലും വളരെ മിക്സ്ഡ് ആയിട്ടുള്ള എക്സ്പേർട്സുകളാണ് ഇരുന്നാണ് ഇതൊക്കെ ഒരു തരത്തിൽ പറഞ്ഞ വിശകലനം ചെയ്ത് തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ കണ്ട ഈ അഭിപ്രായ പ്രളയം അശോക് എങ്ങനെ കാണുന്നു? ഇത് സോഷ്യൽ മീഡിയയിലേക്ക് മാത്രം ഒതുക്കി നിർത്തേണ്ട ഒരു കാര്യമല്ല. കേരളത്തിലെ ഒട്ടുമിക്ക മാധ്യമങ്ങളും ചെയ്യുന്ന ഒരു കാര്യമാണ് ചെറിയതിനെ ഇപ്പൊ പറഞ്ഞത്. അവരുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ആണ്. അതുകൊണ്ട് ഇത് രണ്ടും കൂടെ ഒന്നിച്ച് എടുക്കേണ്ടി വരും. അപ്പൊ ഈ സോഷ്യൽ മീഡിയ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ വരുന്ന പ്രശ്നം എന്ന് പറയുന്നത്, നമ്മളുടെ മാധ്യമപ്രവർത്തകർക്ക് വാർത്ത ഉണ്ടാക്കാനോ ചെയ്യാനോ പറ്റാതെ. അല്ല പറയട്ടെ അല്ല അതിന്റെ എനിക്കൊരു ഞാൻ ഇത് പറഞ്ഞുകൊണ്ട് ഒരു പറയുന്നതാണ്, മാധ്യമങ്ങൾ ഇതൊക്കെ ആയിട്ട്. മാതൃഭൂമിയിൽ ഒരു ന്യൂസ് വന്നു. ഗോവിന്ദൻ കുട്ടി എന്ന് പറയുന്ന ജേർണലിസ്റ്റ്, എക്സ്പ്രസിലെ ജേർണലിസ്റ്റ്, മൊറാർജി ഭായിയുടെ കൂടെ പോയി വിമാനം തകരുകയും അദ്ദേഹം രക്ഷപ്പെടുകയും ചെയ്തു, മൊറാർജി ഉൾപ്പെടെ എല്ലാവരും. ഞാന് ഗോവിന്ദൻകുട്ടിയെ പറ്റി ഇതിനെ പറ്റി കേട്ടിട്ടില്ല. പക്ഷെ മാധവൻകുട്ടി മോഹൻകുമാരമംഗലത്തിന്റെ കൂടെ യാത്ര ചെയ്യുകയും മോഹൻകുമാരം മരിക്കുകയും മാധവൻകുട്ടിയുടെ സീറ്റ് ബെൽറ്റും ഇട്ട് പാലം എയർപോർട്ടിന്റെ അവിടെ വന്ന് വീഴുകയും അദ്ദേഹം ഇടിച്ച് നടന്നു വരികയും ചെയ്തു എന്ന് കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു ബുക്ക് ചെയ്തിട്ടുണ്ട്, അപകടം എന്റെ സഹയാത്രികൻ. പക്ഷെ ഗോവിന്ദൻകുട്ടി അദ്ദേഹത്തിന് എന്തോ ഒരു ബുക്കിലും ഇത് പറഞ്ഞിട്ടുണ്ട്. കാരണം വെച്ചാൽ അന്ന് മൊറാർജി ഭായിയുടെ അപകടത്തിൽ ആരും മരിച്ചില്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ചെടിയിൽ എന്തോ വന്ന് വീണു. അത് പ്രൈം മിനിസ്റ്ററൊക്കെ എല്ലാവരും രക്ഷപ്പെട്ടു. അപ്പോൾ ഞാനത് പറയാൻ കാരണം മാധ്യമങ്ങളുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ്. ഞാൻ അത് മാതൃഭൂമിക്കാരോട്ട് പറഞ്ഞു, നിങ്ങൾ എന്താണ് ചെയ്തത്? ഇത് ഗോവിന്ദൻകുട്ടിയാണോ മാധവൻകുട്ടിയാണോ, അതോ കുട്ടികൾ തെറ്റിപ്പോയതാണോ? അതിന്റെ കൂടെ ഞാൻ പറഞ്ഞു, നിങ്ങൾ മാതൃഭൂമി ഇത് ചെയ്യുമ്പോഴേ മാധവൻകുട്ടി എന്ന നിങ്ങളുടെ എഡിറ്ററെ മറന്നിട്ട് വേറെ ഒരു കുട്ടിയുടെ പുറകിൽ പോയി എന്നുള്ള ഒരു അപഹാസ്യമായ സംഗതിയുണ്ട്. അപ്പൊ അവർക്കാർക്കും ഇഷ്ടപ്പെട്ടില്ല. ഇത് താങ്കൾ പറഞ്ഞ പോലെ ഇതാണ്, ആരോ എന്തോ പറഞ്ഞു കേട്ടു, അപ്പോൾ അതിന്റെ പുറകിൽ പോയി. അതായത് സ്വന്തം ഇൻസ്റ്റിറ്റ്യൂഷനിലെ, മാതൃഭൂമി പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലെ എഡിറ്റർ ആയിരുന്ന ഒരാൾ ഇങ്ങനെ ഒരു അപകടത്തെ പറ്റി ജീവിച്ചിരുന്ന ഒരു ബുക്ക് എഴുതി എന്നുള്ളത് മാതൃഭൂമിയിൽ ഇരിക്കുന്ന പലർക്കും അറിഞ്ഞുകൂടായിരുന്നു എന്നുള്ള ഒരു സത്യമാണ്. അപ്പൊ അത് സോഷ്യൽ മീഡിയയിൽ നിന്ന് വന്നതല്ല. അദ്ദേഹം എഴുതിയ ആള് വളരെ ഇതായിട്ട് പറഞ്ഞു, ഞാനിത്
ഗോവിന്ദൻകുട്ടിയുടെ ബുക്ക് വായിച്ചു, അങ്ങനെയുള്ളതാണ്. അപ്പൊ ഗോവിന്ദൻകുട്ടിക്ക് മുമ്പേ അപകടം എന്ന സാഹിത്യ എഴുതിയ ആളെ നിങ്ങൾ മറന്നോ, നിങ്ങൾ എഡിറ്ററെ മറന്നോ എന്നുള്ള ചോദ്യം അവിടെ ഞാൻ അവശേഷിപ്പിച്ചു. താങ്കൾ പറഞ്ഞതാണ് സോഷ്യൽ മീഡിയന്റെ ഇപ്പൊ ഇംഗ്ലീഷ് ഒന്നുമില്ല. ഞാൻ ഇവിടെ ഡൽഹിയിൽ നോക്കുകൊണ്ടായിരിക്കും ഇംഗ്ലീഷിൽ വരുന്ന ന്യൂസുകൾക്ക് സോഷ്യൽ മീഡിയയായിട്ട് യാതൊരു ബന്ധമില്ല. ഇംഗ്ലീഷിലെ കറസ്പോണ്ടൻസിനെ, അവരൊക്കെ സ്പെഷ്യലൈസ് ചെയ്യുന്നവർക്ക് വ്യോമയാന രംഗത്തുള്ള ആൾക്കാരുമായി നേരിട്ട് പരിചയമുണ്ട്. അവർക്ക് ഫോണിന്റെ അപ്പുറത്ത് അവരെയൊക്കെ കിട്ടും. ഇംഗ്ലീഷ് ടെലിവിഷൻ ചാനൽസ് നോക്കൂ, അവർക്ക് കിട്ടുന്നുണ്ട്. മലയാളത്തില് ഇങ്ങനെ ഇതുപോലെ പ്രശ്നം ഉണ്ടാക്കും, എന്താ ഇവിടെ എന്നുള്ള ഒരു പിടി ഉണ്ടാകത്തില്ല. യാത്ര, ഗൾഫിലേക്കുള്ള യാത്രയാണല്ലോ മലയാളിയുടെ വ്യോമയാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വെളിയിലേക്കുള്ള യാത്രയാണ്. അപ്പൊ ഈ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നത് ഇത് സോഷ്യൽ മീഡിയ തരുന്ന ഒരു വിസിബിലിറ്റി എന്തിനും ഏതിനും ഉപയോഗിക്കാനുള്ള ഒരു ആവേശമാണ് ആൾക്കാർക്കുള്ളത്. അത് മാത്രമല്ലേ കാണിക്കുന്നത്, ഞാൻ അങ്ങനെ കാണുന്നത്. അല്ല, സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമ്മൾ ചപ്പുകൂട്ടിയിട്ട് കത്തിക്കുന്ന പോലെ ഉള്ളതേ ഉള്ളൂ, അതപ്പം അടങ്ങും. പക്ഷേ ചെറിയച്ഛൻ പറഞ്ഞതിൽ തൊട്ടുമുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്. കേരളത്തില് ഈ വിഷയങ്ങളിലൊക്കെ എക്സ്പെർട്ടുകളായിട്ടുള്ള ആളുകളുണ്ട്, പക്ഷേ ആ എക്സ്പെർട്സിനെ കാണില്ല. അതായത് മീഡിയ സാവിയായിട്ടുള്ള ആളുകളെ കണ്ടാണ് മീഡിയ മുന്നോട്ട് പോകുന്നത്. കാരണം ഇവരുടെ ഇത് നമ്മൾ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ഈ സോഷ്യൽ മീഡിയയുടെ ഒരു വൈകാരിക തിളപ്പ്, അതിന്റെ പേസിന് പോകാനായിട്ടാണ് ഈ നോർമൽ മീഡിയ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് കാണുമ്പോഴാണ് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ വരുന്ന ആളുകൾക്ക് ഹരം തോന്നുന്നത്. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പണിയൊന്നും ഇല്ലാത്തത് കൊണ്ടുണ്ടാകുന്ന ഒരു മലയാളിയുടെ ഒരു സ്വഭാവമാണ്. പിന്നെ ഏത് കാര്യത്തിനും സ്വന്തമായൊരു നറേഷൻ നിർമ്മിക്കുക എന്ന് പറയുന്നത് മലയാളിക്ക് ഒരു രസകരമായ ഒരു കാര്യമാണ്. വളരെ വലിയൊരു ഹരമാണ്. ആ ഹരത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങള് സോഷ്യൽ മീഡിയയിൽ കൂടെ പുറത്തു വരാറുണ്ട്. പക്ഷെ നമുക്ക് ഇപ്പൊ അത് മനസ്സിലാകും. ഇനിയും ഇതിന്റെ ഏറ്റവും വലിയ സോഷ്യൽ മീഡിയയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോ നറേഷൻസും അതിന്റെ മൾട്ടിപ്പിൾ 360 ഡിഗ്രിയിലുള്ള ഒപ്പീനിയൻസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് ഒരാൾ വായിക്കുകയാണെങ്കിൽ അയാൾക്ക് ഭ്രാന്ത് പിടിക്കും. അതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പം ചുരുക്കത്തില് സോഷ്യൽ മീഡിയയിൽ വരുന്ന കാര്യങ്ങള് ആളുകള് ഇപ്പം അതിന്റെ വിശ്വാസ്യത കുറഞ്ഞു വരികയാണ്. അതിന്റെ കൂടെ തന്നെ ഇപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി ഉണ്ടാക്കുന്ന വാർത്തകള്, പിന്നെ ഈ വീഡിയോകൾ, ചിത്രങ്ങൾ, അതും പരക്കെ പോകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇറാൻ ഇറാഖ് വാറിനെ പറ്റി ഒരു ചിത്രമല്ല വീഡിയോ ഞാൻ കണ്ടു കഴിഞ്ഞപ്പം അന്തം വിട്ടുപോയി. അത് കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി ഒരു സെർച്ച് നടത്തി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ഫാക്ട് ചെക്ക് നടത്തിയവർ പറയുന്നത് അതൊരു യഥാർത്ഥ ചിത്രമല്ല, അതൊരു ക്രിയേറ്റഡ് വൺ ആണ്, AI ക്രിയേറ്റഡ് വൺ ആണ്. ഇറ്റ് മേ ഹാപ്പൻ എന്നാണ് അവർ പറയുന്നത്. അതായത് തകർന്ന കെട്ടിടങ്ങളൊക്കെ കാണിച്ചിട്ട് നിങ്ങൾക്ക് സന്തോഷം വരുന്നോ എന്നൊക്കെ ഉള്ള മട്ടിലിട്ടേക്കുന്ന ഒരു ചിത്രമാണ്. അപ്പം ഇതാണ് ഇവിടുത്തെ ഒരു വിഷയം. ഈ പറയുന്ന ഇതിന്റെ സംഗതിക്ക് ഒപ്പമാണ് ഞാൻ അതിനൊരു ഉദാഹരണം പറയാം. ഈ ഒരു വർഷമായി കാണണം, അല്ലെങ്കിൽ 5-8 മാസം മുമ്പ് കർണാടകയില് ഒരു അപകടം ഉണ്ടായി. അതിൻ്റെ അകത്ത് ഒരു മലയാളി ഒരു ട്രക്ക് ഡ്രൈവർ അപകടത്തിൽപ്പെട്ടു. മലയിടിഞ്ഞതാണ്. അപ്പൊ ഇവിടുന്ന് പോയ ഒരു മാധ്യമപ്രവർത്തകൻ അവിടെ ചെന്ന് ഇവിടെ കുഴിക്ക്, അവിടെ കുഴിക്ക, അവിടെ തപ്പ്, ഇവിടെ തപ്പ് എന്ന് പറഞ്ഞ് ഈ വാർത്ത ഇതിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് സോഷ്യൽ മീഡിയയിൽ വരുന്ന ബൈറ്റുകളെക്കാട്ടിൽ എന്താണ് വ്യത്യാസം? അതാണ് പ്രശ്നം. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇവര് രണ്ടുപേരും സോഷ്യൽ മീഡിയയിലും ഞങ്ങളൊക്കെ ഞങ്ങൾ ദേശീയ മീഡിയ കുറ്റം പറയുമെങ്കിലും ദേശീയ മീഡിയയില് എല്ലാ സെക്ടറിലും ഇപ്പം വ്യോമയാന സെക്ടർ കവർ ചെയ്യാൻ വേണ്ടി കുറെ ആൾക്കാര് ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. അവർക്കത് മാത്രമാണ് പണി. ഞാന് മെയിൻലൈൻ മീഡിയ ഇറക്കുമ്പോൾ ടെലികോം ആയിരുന്നു എന്റെ സബ്ജക്ട്. ടെലികോമിലെ എല്ലാ കമ്പനികളും എല്ലാ ആൾക്കാരെയും എല്ലാ എക്സ്പേർട്സിനെയും നമ്മൾ നിരന്തരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും.
ഇപ്പം ഇങ്ങനെ ഒരു സ്പെഷ്യലൈസേഷൻ ഇംഗ്ലീഷ് മീഡിയയിൽ വന്നു കഴിഞ്ഞു. അത് ഭാഷാ മീഡിയയിൽ വളരെ കുറവാണ് എന്നുള്ളൊരു വസ്തുതയാണ്. അതുകൊണ്ട് അവിടുത്തെ മീഡിയയൊക്കെ ഇങ്ങനെ പല പല സോഷ്യൽ മീഡിയ പോലെ സംസാരിക്കേണ്ട ഒരു ഗതികേടുണ്ടാവും. അത് സ്വാഭാവികം മാത്രമാണ്. പക്ഷേ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിൽ നിന്നാണ്, ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് ഇതിൻ്റെ പ്രശ്നം. സോഷ്യൽ മീഡിയയിൽ നിന്നാണ് ഈ മലയാളത്തിലെ വെർണാക്കുലർ മീഡിയയ്ക്ക് ഇൻപുട്ട് കൂടുതൽ കിട്ടുന്നത്. അതാണ് അതിൻ്റെ അകത്തെ പ്രശ്നം. സോഷ്യൽ മീഡിയ നിയന്ത്രിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നിയന്ത്രിക്കണം എന്നുള്ളൊരു വിഷയം വരും. അതായത് ഫാക്ട് ചെക്കുകൾ തുടങ്ങിയ സാധനങ്ങൾ. അല്ലെങ്കിൽ നമ്മളൊരു സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു ചെക്കിംഗ് ഫോറത്തിൽ കൂടെയോ അല്ലെങ്കിൽ ഒരു ചെക്കിംഗ് പ്രോസസ്സിൽ കൂടെയോ കടന്നു പോകുന്ന ഒരു സംവിധാനം കൊണ്ടുവരാനായിട്ട് ഈ കമ്പനികൾ, അതായത് സോഷ്യൽ മീഡിയയുടെ ബേസ് കമ്പനികൾ ശ്രമിക്കണം. അതിന് നിർബന്ധിക്കാനുള്ള നിയമം സ്റ്റേറ്റ് ഉണ്ടാക്കണം. അല്ലാതെ ലോകമെമ്പാടും ഇപ്പം ഞങ്ങളുടെ ഒരു ഡിസ്കഷനിൽ സാമ്പിറ്റോടെ പറഞ്ഞു, സോഷ്യൽ മീഡിയയുടെ ഇന്റർനെറ്റിന്റെ ഒക്കെ ഇതിന്റെ ഒരു എന്താ പറയുക, ഈ പോപ്പുലാരിറ്റി വരുന്നത് എത്ര പേർ ഇത് കണ്ടു എന്നുള്ള ഒരു 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 ചോദ്യത്തിൽ നിന്നാണ്. എത്ര പേരെ നിങ്ങൾ ആകർഷിക്കാൻ പറ്റും? അതുകൊണ്ട് ആരെ എന്ത് വിഡ്ഢിത്തം പറഞ്ഞാലും അവർ കൂടുതൽ ആൾക്കാർ ആകർഷിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമാണ്, അല്ലാതെ അവർ അതല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ആൽഗോരിതമാണ്. കൂടുതൽ ആൾക്കാരെ എന്ത് സംസാരിക്കുന്നോ അവിടേക്ക് നിങ്ങളുടെ പ്ലാറ്റ്ഫോം പോയിക്കൊണ്ടിരിക്കുക. അതാണ് ഇപ്പോൾ അവർ ചെയ്യുന്നത്. അത് ഇതിന്റെ റെഗുലേഷൻ ഒക്കെ വരാൻ വേണ്ടി ഒത്തിരി സമയം എടുക്കും. ഇന്റർനെറ്റ് തന്നെ ഇന്റർനെറ്റ് ഇത്രയും പോപ്പുലർ ആയിരുന്ന ഒരു കാരണം ഡേറ്റിംഗ് സൈറ്റ്സും പോൺ സൈറ്റ്സും ആണ് എന്നാണ് പറയുന്നത്. അല്ല, പോൺ സൈറ്റ്സ് ഒക്കെ താഴെയാണ്. അല്ല, ഇപ്പം താഴെ ഹേറ്റിങ്ങിനാണ് ഇപ്പൊ ഹേറ്റിങ്ങിനാണ്, ഡേറ്റിംഗ് അല്ല ഞാൻ പറഞ്ഞ ഹേറ്റിംഗ്. അതായത് വിദ്വേഷം വളർത്തുന്ന വാർത്തകൾ ഇടുന്നതിനാണ് ഇപ്പം കൂടുതൽ പ്രാധാന്യം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് സോഷ്യൽ മീഡിയയിലെ ഹേറ്റിംഗ് ആണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോള് ഈ അഹമ്മദാബാദ് അപകടത്തിന്റെ അകത്ത് ആ വിമാന കമ്പനിയോടുള്ള ഹേറ്റിംഗ് ആണ് മെയിൻ ആയിട്ട് നടന്നത്. അത് പ്രോത്സാഹിപ്പിക്കാൻ ചിലപ്പോൾ മറ്റു കമ്പനികൾ തള്ളിക്കൊടുത്തെന്നിരിക്കും. അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ടാറ്റാസ് ഒരു ഗാരേജ് സെയിലില് എയർ ഇന്ത്യ മേടിച്ചു. അത് അവരുടെ ഒരു എമോഷണൽ ഇതാണ്. എയർ ഇന്ത്യ അവരാണ് തുടങ്ങിയത്, അവർ തിരിച്ചു മേടിച്ചു. പക്ഷേ അവരുടെ ഇപ്പോഴത്തെ പ്ലെയിനിന്റെ അവസ്ഥയും പ്ലെയിനിന്റെ ആൾക്കാരെന്നാണ് അവരുടെ വർക്ക് കൾച്ചറും ഒക്കെ ടാറ്റാസുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തതാണ്. അപ്പൊ പക്ഷെ അവർക്ക് ഇതൊന്നും ഗ്രൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ലണ്ടനിലേക്കുള്ള ഫ്ലൈറ്റ് അത് ക്യാൻസൽ ചെയ്ത് പുതിയ പ്ലെയിൻ വരുന്നതിന് വരെ നിർത്തുക എന്ന് പറഞ്ഞാൽ ലണ്ടനിലെ എയർപോർട്ടിലെയും ഇവിടുത്തെ എയർപോർട്ടിലെയും അവരുടെ സ്ലോട്ട് നഷ്ടപ്പെടും. അപ്പൊ അതുകൊണ്ട് അത് ഓടിച്ചുകൊണ്ടേ ഇരിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് പ്ലെയിനൊക്കെ പൊങ്ങുന്ന പ്ലെയിൻ ആണെങ്കിൽ അവർക്ക് ഓടിച്ചേ പറ്റത്തുള്ളൂ. എന്നുവെച്ചാൽ അവരുടെ ഒരു എക്സിസ്റ്റൻസ്, നാളെ പുതിയ പ്ലെയിൻ വരുമ്പോൾ അതിനകത്ത് വെക്കാം, പക്ഷെ അതുവരെ കൊണ്ടു നടക്കുന്നവർ. അതാണ് അവർ ചെയ്യുന്നത്. പക്ഷേ അതിന് കാര്യം ശരിയാണ്. പക്ഷെ അതിനകത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് എയർ ട്രാൻസ്പോർട്ടില് സേഫ്റ്റിക്ക് യാതൊരു വിധമായ വിട്ടുവീഴ്ച ചെയ്യാനൊക്കത്തില്ല. 0 ടോളറൻസ് ആണ്. സേഫ്റ്റി 99.9% വേണം. എന്നൊക്കെ ഇത് കൺട്രോൾ ചെയ്യുന്ന DGCA ആണ്. DGCAക്കകത്ത് വീഴ്ച പറ്റിയിട്ടുണ്ട്. നമ്മുടെ RTOകളെ പോലെ തന്നെ വളരെ കറപ്റ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ എന്നാണ് ഞാൻ കേൾക്കുന്നത്. അതെ, അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും അല്ല, നമ്മൾ അതിൻ്റെ അകത്ത് അതുകൊണ്ട് നമ്മളുടെ മനുഷ്യന്റെ സെക്യൂരിറ്റി ചോർന്നു പോകുന്നതിനെ പറ്റി നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ എന്തായാലും പറഞ്ഞു വന്ന സോഷ്യൽ മീഡിയയെ പറ്റിയാണ്. മൊത്തം ഗവൺമെന്റിന്റെ പ്രശ്നമാണ്. ഗവൺമെന്റ് എങ്ങനെ ഇതിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നുള്ള പ്രശ്നമാണ്. അല്ലാതെ കമ്പനികൾ നടത്തും, അവർക്ക് അവര് പൈസ ചെലവാക്കി അവർ നടന്നേ പറ്റത്തുള്ളൂ. പക്ഷെ എങ്ങനെ നടക്കണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് സർക്കാരാണ്.
അത് അതിന്റെ DGCA പോലെ റെഗുലേറ്റേഴ്സ് ആണ്. അവര് ശക്തമായി നിന്നില്ലെങ്കിൽ നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെയാണ് അവര് ശക്തമായിട്ട് തന്നെ നിൽക്കണം. അതിന് പ്രേരിപ്പിക്കുന്ന ഒന്നും എല്ലാവരും ടാറ്റാസിനെ ക്ലെയിം ചെയ്യുക, അത് ചെയ്യുക, ഇത് ചെയ്യുക എന്നല്ലാതെ. അല്ല, അതാണ് എളുപ്പമുള്ള വഴി. അതായത് ഒരു വീണയാളിനെ തല്ലുന്നതാണ് എളുപ്പമുള്ള വഴി. അത് അത് വളരെ വളരെ ഒരു 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 വളരെ ഫ്യൂട്ടൈൽ ആയിട്ടുള്ള എക്സസൈസ് ആണ് എന്ന് പറയേണ്ടി വരും. അപ്പൊ അങ്ങനെ സോഷ്യൽ മീഡിയ, അശോക് പറഞ്ഞ ഒരു വളരെ വളരെ പ്രസക്തമായ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ പണ്ട് ഇന്റർനെറ്റ് ഡേറ്റിങ്ങും ഫോൺ സൈറ്റും ആയിരുന്നെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഹേറ്റിങ്ങിനും ഇതുപോലുള്ള ബിൽഡപ്പുകളുമാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളൊരു വാസ്തവമാണ്. അതെല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് വരുന്ന പല പോസ്റ്റുകളും അതിൻ്റെ രീതിയിൽ എടുത്താൽ മതി എന്നുള്ള ഒരു 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 മനോഭാവത്തിലേക്ക് നമ്മൾ മാറാം എന്ന് നമുക്ക് അനുമാനിക്കാം. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നിർത്തല്ലേ?